Good afternoon. Good afternoon, ma'am. Okay. Good afternoon, ma'am. Okay, good afternoon. ക്ലാസ് തുടങ്ങാലോ നമുക്ക്? ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കെ, മാറിപ്പോയതാണോ? അല്ലെ, ഗുഡല്ലേ ഉദ്ദേശിച്ചത്? ഫുഡൊക്കെ കഴിച്ചു. അപ്പോ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൺ മ്യൂട്ട് കൊടുക്കാനേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? മെഡിക്കൽ റെക്കോർഡ് പോളിസികൾ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ. രജിസ്ട്രേഷൻ സിസ്റ്റം എന്താണ്, നമ്പറിംഗ് സിസ്റ്റം, 6 ഡിജിറ്റ് നമ്പർ യൂസ് ചെയ്യണം അല്ലെ, പഠിച്ചു. പേഷ്യന്റ് മാസ്റ്ററിന്റെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. ഓക്കെ, അത് പറയണ്ട. പിന്നെ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് ഇതൊക്കെ പറഞ്ഞു അല്ലെ, അതായത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഹെൽത്ത് സെന്റർ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, റെഫറൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഹെൽത്ത് സെന്റർ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലോട്ട് പേഷ്യൻസിനെ ഡയറക്റ്റ് ചെയ്ത് വിടുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു റെഫറൽ സംവിധാനം. ഇപ്പൊ നമ്മൾ പറഞ്ഞു 3 കോപ്പികളാണ് റെഫറൽ ഡോക്യുമെന്റ്സ്, 3 കോപ്പി ജനറേറ്റ് ചെയ്യുന്നു അല്ലെ. അതിനകത്ത് 2 കോപ്പി പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നു, അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. 1 കോപ്പി ഹെൽത്ത് സെന്ററിൽ കീപ്പ് ചെയ്യുന്നു. പിന്നെ ട്രീറ്റ്മെന്റിന് ശേഷം ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, 1 കോപ്പി തിരിച്ച് ഹെൽത്ത് സെന്ററിലേക്ക് അയക്കുന്നു അല്ലെ, ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് അയക്കും. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ള അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളും, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലെ ചീഫ് ഡയറക്ടർ മീൻസ് ചീഫ് ഡോക്ടർ ആരാണ്, അദ്ദേഹത്തിന്റെ പേരും എവിടെയാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്, ആ ഒരു ബോർഡ് എൻട്രൻസ് ഓഫ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെന്ന് നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെയാണ് അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത്. ഒരു സൈനേജ് ബോർഡ് പോലെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആക്സിഡന്റ് എമർജൻസി സർവീസ്. അതിലും നമ്മൾ പറഞ്ഞു ആക്സിഡന്റ് എമർജൻസി ഫോമുകൾ 3 എണ്ണമാണ് ജനറേറ്റ് ചെയ്യുന്നത്, പറഞ്ഞില്ലേ നമ്മള്? ഓക്കെ, അതിനകത്ത് ഒരു ഫോം എപ്പോഴും എവിടെ തന്നെയായിരിക്കും, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഫോം, അതിന്റെ ഒരു കോപ്പി ആരുടെ കയ്യിലായിരിക്കും, പേഷ്യന്റിന്റെ കയ്യിലായിരിക്കും. അദ്ദേഹം അത് ഫാർമസിയിൽ സബ്മിറ്റ് ചെയ്യും അല്ലെ, മെഡിസിൻ ലഭിക്കാനായിട്ട്. 3ാമതൊരു കോപ്പി ആരുടെ കയ്യിൽ തന്നെയായിരിക്കും സൂക്ഷിക്കാം, പേഷ്യന്റിന്റെ കയ്യിൽ തന്നെയാണ് സൂക്ഷിക്കാം. പിന്നീട് ഇതില് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ പറയുന്നതെല്ലാം അവരുടെ മെയിൻ മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചത്. പിന്നെ അഡ്മിഷൻ ഓഫീസ് ഓർമ്മയുണ്ടല്ലോ, 24 അവർ പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ ഒരു സിസ്റ്റമാണ് അഡ്മിഷൻ ഓഫീസ്. എപ്പോൾ വേണമെങ്കിലും അഡ്മിഷൻ നടക്കാമോ, അപ്പൊ 24 അവേഴ്സും പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയുക സംവിധാനമാണ് അഡ്മിഷൻ ഓഫീസ്. ഒരു അഡ്മിഷൻ ഓഫീസിന്റെ പ്രധാനപ്പെട്ട 3 റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, പേരിൽ തന്നെ കിട്ടും, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുക, ബെഡ് ഒക്യുപ്പൻസി ബോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ഇല്ലാത്ത സാഹചര്യത്തിൽ അവരുടെ പ്രോപ്പർട്ടികൾ സേഫ് ആയിട്ട് സൂക്ഷിക്കുക, അതും അഡ്മിഷൻ ഓഫീസിന്റെ ഉത്തരവാദിത്വം. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഡയറക്റ്റ് അഡ്മിഷൻ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം? വാർഡ് മാനേജർക്കാണ് അല്ലെ. അബ്സ്കോണ്ട് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തതായിട്ട് കണക്കാക്കണം അല്ലെ. അവരെപ്പം മിസ്സായി ആ ഒരു ടൈമും ഡേറ്റും കൃത്യമായിട്ട് റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. അതില് ഈ പറയുന്ന ഡോക്ടർ സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, സൈൻ ചെയ്തത് നോട്ട് ചെയ്ത് വെക്കണം. എത്രയും പെട്ടെന്ന് ആ വിവരം പോലീസിനെ അറിയിക്കണം. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ കണക്കടം പിടിക്കാൻ മാത്രം ഒരു പോയിന്റ്സ് ഇതിനകത്തില്ല.
പിന്നെ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ, ഈ പറയുന്ന ഡോക്ടറുടെ ഇതിനെതിരായി പോകുന്നവരുടെ ഡിസ്ചാർജിനായിട്ട് കണക്കാക്കണം. പിന്നെ ഡിക്ലറേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരുടെ സാന്നിധ്യത്തിലാണ് മരണമൊഴി രേഖപ്പെടുത്തുന്നത്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് മജിസ്ട്രേറ്റ് എന്നെങ്ങാനും ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ 3 പേര്. ആരൊക്കെയാണ് ആ 3 പേര്? ഡോക്ടർ, നഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ കംപ്ലീഷനിൽ നമ്മൾ എന്താ പഠിച്ച പോയിന്റ് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 30 ദിവസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. പിന്നെ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അത് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ് അല്ലെ. കഴിവതും പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പൊ അത് സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള ആ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആയിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവര് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് വിസിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ കോഡിങ്ങിനെ പറ്റി പറഞ്ഞു. അതൊന്നുമല്ല, മെഡിക്കൽ റെക്കോർഡ്സുകൾ, അതായത് ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ, മെഡിക്കൽ റെക്കോർഡ്സുകൾ നിർബന്ധമായിട്ട് കോഡ് ചെയ്തിരിക്കണം. ഏത് പ്രകാരം? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICD വെർഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണം കോഡ് ചെയ്യാൻ അല്ലെ. ICD എന്താണ്? ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് അല്ലെ. മെഡിക്കൽ കോഡിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ല. ഓരോ ആരോഗ്യ പ്രശ്നങ്ങള്, രോഗങ്ങളെയൊക്കെ കോഡ് ചെയ്യുന്നത് ഗ്ലോബലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കോഡിംഗ് ആണ്. അപ്പൊ അങ്ങനെ രീതിയിൽ ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICD കോഡിംഗ് ഉപയോഗിച്ച് അത് കോഡ് ചെയ്ത് വെക്കണം മെഡിക്കൽ റെക്കോർഡ്. കാരണം പിന്നീട് ചിലപ്പം ആർക്കും ഗ്ലോബലി അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കോഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിൽ അത് വായിക്കുമ്പോൾ കോഡിംഗ് ഉപയോഗിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ICD കോഡിംഗ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് മിസ്സിംഗ് റെക്കോർഡ്സിന്റെ കേസാണ് അല്ലെ. അതാണ് ലാസ്റ്റ് പറഞ്ഞത്. റെക്കോർഡ്സ് മിസ്സാവുന്ന സാഹചര്യത്തില് എന്താണ് പ്രൊസീജിയർ അല്ലെ. എന്താണ് നമ്മൾ പറഞ്ഞ പ്രൊസീജിയർ ഓർമ്മയുണ്ടോ? ഈ പറയുന്ന റെക്കോർഡ് മിസ്സായി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട റെക്കോർഡിന്റെ സെയിം മെഡിക്കൽ റെക്കോർഡ് നമ്പർ ഉപയോഗിച്ച്, അതുപോലെ അതിലെ ID ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫയൽ ചെയ്യുന്നില്ല, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതോടൊപ്പം തന്നെ എന്താണ്? ഒറിജിനൽ മെഡിക്കൽ റെക്കോർഡ് കണ്ടുപിടിക്കുന്നതിനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. ഇനി ഒറിജിനൽ റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിനെ ഒറിജിനൽ റെക്കോർഡുമായിട്ട് മെർജ് ചെയ്യും അല്ലെ. പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നത്? ഫയൽ ചെയ്ത് സൂക്ഷിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കാണ്. ഈ പറയുന്ന പ്രൊസീജിയറുകളെല്ലാം തന്നെ ലൈബിലിറ്റി, ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്കാണ്. ഓക്കെ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇനി അടുത്ത നമുക്ക് ഇന്നത്തെ നോക്കാം. പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് കേട്ടോ. ഇനി ഒരു രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സുകൾ വരികയാണെങ്കിൽ എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നത്? നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കണ്ടന്റുകൾ എന്താണ്, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അതെങ്ങനെ ഫയൽ ചെയ്ത് വെക്കുന്നത്, നമ്പറിംഗ് സിസ്റ്റം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്. ഒരു രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സ് വരികയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. Generally, each patient should have one record and one number. Due to improper system of carelessness of the MRD staff, the patients may have more than one record. സാധാരണഗതിയിൽ ഒരു പേഷ്യന്റിന് ഒരു മെഡിക്കൽ റെക്കോർഡ്, അങ്ങനെയാണ് സാധാരണ രീതിയിൽ വേണ്ടത്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാം? ഒരു രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടായേക്കാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? In that circumstance, it becomes compulsory to retain one record by cancelling others. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള ഒരു റെക്കോർഡ്, ഒരേ ഒരു റെക്കോർഡ് നിലനിർത്തിയിട്ട് മറ്റുള്ള റെക്കോർഡുകൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം, റദ്ദാക്കണം. ഓക്കെ. അപ്പൊ അതാണ് ഒരു ഓപ്ഷൻ അവിടെ പറയുന്നത്. അങ്ങനെയാണ് ഒരു രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സ് ഉണ്ടായിട്ടുണ്ട്.
ഒരു മെഡിക്കൽ റെക്കോർഡ് റീറ്റെയിൻ ചെയ്തിട്ട് മറ്റുള്ള റെക്കോർഡ്സ് എന്ത് ചെയ്യണം? റദ്ദാക്കണം, ക്യാൻസൽ ചെയ്യണം. അവിടെ കൊണ്ട് ഈ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. നമ്മൾ ഇങ്ങനെ റെക്കോർഡ് റീറ്റെയിൻ ചെയ്യുമ്പോൾ അതിനൊരു പ്രയോറിറ്റി പ്രകാരം വേണം നമ്മൾ റീറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു പ്രയോറിറ്റി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? റെക്കോർഡ് റീറ്റെയിൻ ചെയ്യാൻ. ചിലപ്പോൾ റെക്കോർഡുകളെല്ലാം ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരെണ്ണം നിലനിർത്തി മറ്റുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാന്ന് പറയുമ്പോൾ പല പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രയോറിറ്റി നോക്കണം. ആ പ്രയോറിറ്റി നിങ്ങൾ എന്താണെന്നത് മനസ്സിലാക്കി വെക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. The suitable procedures are to retain a record as a priority. ഓക്കെ, ഒരു മുൻഗണനാ ക്രമം അനുസരിച്ച് വേണം നമ്മൾ റെക്കോർഡ് നിലനിർത്താൻ. ഒരു രോഗിക്ക് ഒന്നിൽ കൂടുതൽ റെക്കോർഡ് വരുമ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ പ്രയോറിറ്റി നോക്കണം. എന്താണ് പ്രയോറിറ്റി? വിച്ച് ഈസ് മെഡിക്കോ ലീഗൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ റെക്കോർഡ്സുകൾക്കായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഒരു രോഗിക്ക് ഒന്നിൽ കൂടുതൽ റെക്കോർഡ് വരുമ്പോൾ ഒരു റെക്കോർഡ് നിലനിർത്തി മറ്റുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യണം. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രയോറിറ്റി അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. എന്താണ് പ്രയോറിറ്റി? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏത് റെക്കോർഡിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് മെഡിക്കോ ലീഗൽ റെക്കോർഡ്സിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. മെഡിക്കോ ലീഗൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് റെക്കോർഡ് റിലേറ്റഡ് ടു ദ മെഡിക്കോ ലീഗൽ കേസസ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ, MLC കേസുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അത്തരം കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ വേണം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നിലനിർത്താനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, പല കേസുകളും അല്ലെ, ചിലപ്പോ അത് ആ സമയത്ത് സെറ്റിൽ ചെയ്താലും പിന്നെ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന്റെ പിറകിൽ വല്ല നിഗൂഢതകളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. ആ സമയത്ത് നമുക്കൊരു എവിഡൻസ്, ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കും മെഡിക്കോ ലീഗൽ റെക്കോർഡുകൾ ആവശ്യമായിട്ട് വരും. അതാണ് അതിനുള്ളൊരു പ്രൂഫായിട്ട് നമ്മൾ ഉപയോഗിക്കും. സോ ഫസ്റ്റ് പ്രയോറിറ്റി മെഡിക്കോ ലീഗൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. സെക്കൻഡ് പ്രയോറിറ്റി ഏതാന്ന് നോക്കിയേ, ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ്. അതാണ് ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ്. എന്താണ് ഒബ്സ്ട്രക്റ്റീവ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? ഓക്കെ, വെരി ഗുഡ്. അൽഫിയ കറക്റ്റ് ആണ്. പ്രഗ്നൻസി അല്ലെ? പ്രഗ്നൻസി മാത്രമല്ല, ചൈൽഡ് ബർത്ത്. ഓക്കെ, ഇതെല്ലാം രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ് അല്ലെ. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാല് റെക്കോർഡ്സ്, ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ദ റെക്കോർഡ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകളാണ് കേട്ടോ. പ്രഗ്നൻസി മാത്രമല്ല, അമ്മയുടെയും കുഞ്ഞിന്റെയും ഒരുപോലെ കെയറിങ് അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ. കുഞ്ഞ് ജനിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം പീരീഡ് അല്ലെ, അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സിനാണെങ്കിലും സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുന്നത് മനസ്സിൽ ഓർത്ത് വെക്കുക കേട്ടോ. തേർഡ് പ്രയോറിറ്റി ഏതാന്ന് നോക്കിയേ. തേർഡ്ലി അഡ്മിറ്റഡ് റെക്കോർഡ്. അഡ്മിഷൻ റെക്കോർഡിനാണ് മൂന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അഡ്മിഷൻ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ്, ചില ഡിസ്ചാർജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അഡ്മിഷൻ റെക്കോർഡിനായിരിക്കണം തേർഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെന്താണ്? ഫോർത്ത് പ്രയോറിറ്റി ഇസ് ദ ഓൾഡസ്റ്റ് റെക്കോർഡ്. നാലാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഓൾഡസ്റ്റ് റെക്കോർഡിനാണ്, പഴയ റെക്കോർഡിനാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, പഴയ റെക്കോർഡ് എന്തിനാ നിലനിർത്തേണ്ട ആവശ്യമില്ല, ക്യാൻസൽ ചെയ്താൽ പോലെ. അങ്ങനെയല്ല, ഓൾഡസ്റ്റ് റെക്കോർഡ് ദാറ്റ് കണ്ടെയ്നിങ് ദ റിലവന്റ് ഇൻഫർമേഷൻ കേട്ടോ. ചിലപ്പോൾ റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉള്ള ഓൾഡസ്റ്റ് റെക്കോർഡ് ആണെങ്കിൽ അത് നമ്മൾ റീറ്റെയിൻ ചെയ്തിരിക്കണം. നിലവിലുള്ള നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നല്ല മെഡിക്കൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ നമുക്ക് റിലവന്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ സാധിക്കുന്ന റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് അടങ്ങുന്ന പഴയ റെക്കോർഡുകൾ റീറ്റെയിൻ ചെയ്തിരിക്കണം. ഓൾഡസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്തൂടെ ഒരു ചോദ്യം വരാം. അങ്ങനെയല്ല, അതിനകത്ത് ഇപ്പോഴുള്ളതിന്റെ റിലവന്റ് ഇൻഫർമേഷൻസ് ഉള്ള ഓൾഡസ്റ്റ് റെക്കോർഡ് റീറ്റെയിൻ ചെയ്യാം. അതിനാണ് നാലാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാ നമ്മൾ കൊടുക്കേണ്ടത്? മെഡിക്കോ ലീഗൽ റെക്കോർഡ്സ്. ദാറ്റ് മീൻസ് റെക്കോർഡ്സ് റിലേറ്റഡ് ടു ദ മെഡിക്കോ ലീഗൽ കേസസ്. പിന്നീട് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിഡൻസ് ആയിട്ട് കൊടുക്കാനുള്ളത് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. രണ്ടാമത്തെ പ്രയോറിറ്റി ഏതിനാണ്? ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡിന്. തേർഡ് പ്രയോറിറ്റി ഏതിനാന്ന് പറഞ്ഞത്? അഡ്മിറ്റിംഗ് റെക്കോർഡിന് അല്ലെ. ഫോർത്ത് പ്രയോറിറ്റി ഏതിനാന്ന് പറഞ്ഞത്? ഓൾഡസ്റ്റ് റെക്കോർഡ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അണ്ടർസ്റ്റുഡ് ആണ് ഓൾഡസ്റ്റ് റെക്കോർഡ് ദാറ്റ് കണ്ടെയ്നിങ് റിലവന്റ് ഇൻഫർമേഷൻ. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. അത് ചെയ്തിട്ട് ബാക്കി എന്ത് ചെയ്യാൻ? നമുക്ക് ബാക്കിയുള്ള റെക്കോർഡ്സ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എന്താണ് അവിടെ പറയുന്നത്? The remaining records must be cancelled and given across reference numbers
and bring all documents that include the investigation into the retained record. അതിനുശേഷം ബാക്കിയുള്ള റെക്കോർഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം, റദ്ദാക്കിയിട്ട് നമ്മൾ അതിന് ക്രോസ് റെഫറൻസ് നമ്പേഴ്സ് കൊടുക്കാം. ഇതിന്റെ ക്രോസ് റെഫറൻസ് നമ്പർ അത് തെളിവായിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടാവും, അതിൽ പഴയതാണെന്ന് തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്രോസ് റെഫറൻസ് നമ്പർ കൊടുത്തേക്കുന്നത്. അതങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്ത റെക്കോർഡുകളാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല അതിന്റെ പിറകിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം ക്രോസ് അതൊന്നും ചോദിക്കില്ല, നല്ല പറയാം. ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കുമ്പോൾ നമുക്കത് ആ റെക്കോർഡ്സുകൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മറ്റൊന്ന്, ക്യാൻസൽ ചെയ്ത റെക്കോർഡ്സുകളായാലും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിന്റെ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ട്രാക്ക് ചെയ്യേണ്ടി വന്നാൽ ഈ ഒരു ക്രോസ് റെഫറൻസ് നമ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ക്രോസ് റെഫറൻസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒറിജിനൽ റെക്കോർഡുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അതെന്ന് വെച്ചാൽ അതിനകത്ത് വിവരങ്ങൾ കംപ്ലീറ്റ്ലി ഒരിക്കലും ലോസ് ആയി പോകില്ല. കാരണം പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം അതിലെ വിവരങ്ങൾ, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് ക്രോസ് റെഫറൻസ് നമ്പർ വെക്കുന്നത്, പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുള്ള റെക്കോർഡിലെ വിവരങ്ങൾ റീയൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ റീജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് റെഫറൻസ് നമ്പർ ഇട്ട് വെക്കും. അപ്പൊ നമ്മൾ പിന്നീട് അത് എടുത്ത് നോക്കേണ്ട കാര്യമില്ലെങ്കിൽ അവിടുത്തെ ആവശ്യമില്ലാത്ത വിവരങ്ങൾ നമ്മൾ എടുത്ത് റീയൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനും. പിന്നെ ഈ പറയുന്ന റെഗുലേറ്ററി റിക്വയർമെന്റ്സ്, അതായത് ഹോസ്പിറ്റലിന് അതിൻ്റെതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്ത റെക്കോർഡ്സുകൾക്ക് ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കും. വെറുതെ മനസ്സിലാക്കി വെച്ചാൽ അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. സംഭവം ഇത്രയേ ഉള്ളൂ, എത്രയും മനസ്സിലാക്കാനുള്ളൂ. ഒരു രോഗിക്ക് ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരേ ഒരു റെക്കോർഡ് നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള റെക്കോർഡ്സുകളോടെ ക്യാൻസൽ ചെയ്യണം. ഇനി നമ്മൾ റീറ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രയോറിറ്റി നമുക്ക് ഉപയോഗിക്കാം. ഫസ്റ്റ് പ്രയോറിറ്റി മെഡിക്കോ ലീഗൽ റെക്കോർഡിന്, സെക്കൻഡ് പ്രയോറിറ്റി ഒബ്സ്ട്രക്റ്റീവ്സിന്, തേർഡ് അഡ്മിറ്റിംഗ് റെക്കോർഡിന്, ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി ഓൾഡസ്റ്റ് റെക്കോർഡ് ദാറ്റ് കണ്ടെയ്ൻസ് ദ റിലവന്റ് ഇൻഫർമേഷൻ. മറ്റുള്ള റിമൈനിങ് റെക്കോർഡ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടുന്ന ബാക്കി എല്ലാ റെക്കോർഡ്സുകളും ഒരൊറ്റ റെക്കോർഡായിട്ട് റീറ്റെയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ? മനസ്സിലായല്ലോ? ഒരു രോഗിക്ക് ഒന്നിൽ കൂടുതൽ റെക്കോർഡ് വരുമ്പോൾ എങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ ആയില്ലേ ഭാഗം? ഓക്കെ ആണല്ലോ? അടുത്ത നോക്കാം നമുക്കെന്നാ, നെക്സ്റ്റിലോട്ട് പോവാട്ടോ. അടുത്തതാണ് സപ്ലൈ ഓഫ് റെക്കോർഡ്സ് കേട്ടോ. ഇനി നമ്മള് റെക്കോർഡ്സ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, വേറൊന്നും ഇതിനകത്തില്ല. സപ്ലൈ ഓഫ് റെക്കോർഡ്സ് കേട്ടോ. ഒരു റെക്കോർഡ് നമ്മൾ വിതരണം ചെയ്യുമ്പോൾ, സപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾക്ക് സപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ രണ്ട് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, it is the responsibility of the medical record department to supply of medical records to the authorized persons for. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ എല്ലാവർക്കും അത് സപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്, അധികാരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ അതും ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാനായിട്ട് പാടുള്ളൂ, സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതും ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനുള്ള ആരാ സപ്ലൈ ചെയ്യുന്നത്, ആരാണ് സപ്ലൈ ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിന്റെ രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ് അല്ലെ. അതും അധികാരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ അത് സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾക്ക് സപ്ലൈ ചെയ്യാം, അതാണ് അവിടെ 4 പോയിന്റുകളായിട്ട് കൊടുത്തേക്കുന്നത്. ആ പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്തെല്ലാം കാര്യങ്ങൾക്കാണ് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കുക പോയിന്റുകൾ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പേഷ്യന്റ് കെയർ അല്ലെ. പേഷ്യന്റ് കെയർ പർപ്പസിനായിട്ട് മെഡിക്കൽ റെക്കോർഡ് നമുക്ക് കൊടുക്കാം, സപ്ലൈ ചെയ്യാം. എന്നുവെച്ചാൽ രോഗിയുടെ പരിചരണത്തിനായിട്ട് ഈ പറയുന്ന ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക് അല്ലെ, മറ്റ് മെഡിക്കൽ ജീവനക്കാർക്കൊക്കെ ആ ഒരു രോഗിയുടെ പരിചരണ ആവശ്യങ്ങൾക്കായിട്ട് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യും. ഓക്കെ. രണ്ടാമത്തത് മെഡിക്കോ ലീഗൽ പർപ്പസസ്. മെഡിക്കോ ലീഗൽ പർപ്പസ് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ. MLC കേസുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് MLC എന്ന് പറയുമ്പോൾ പോലീസ് അന്വേഷണം, കോടതി അന്വേഷണം ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്, അത്തരം കേസുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പോലീസിനോ അല്ലെങ്കിൽ ചിലപ്പോൾ കോടതിക്കോ അല്ലെങ്കിൽ വേണ്ട മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനികൾ ആവശ്യപ്പെടും. നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ അത് സത്യമാണോ എന്ന് അറിയണമല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനി നമ്മളോട് ആവശ്യപ്പെടും. ഓക്കെ. അപ്പൊ അങ്ങനെ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടി സപ്ലൈ ചെയ്യാം. പോലീസിനോ കോടതിക്കോ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ സപ്ലൈ ചെയ്യാം. പിന്നെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫിനാൻഷ്യൽ. അതായത് ഈ പറയുന്ന സാമ്പത്തികമായിട്ടും അതുപോലെ അന്വേഷണങ്ങൾ, ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഭാഗമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ, ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ്സ് അവിടെ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നെന്താണ്? ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ക്ലിനിക്കൽ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഡോക്ടർമാര്, അവരെന്തെങ്കിലും ഒരു എന്താ പറയാ കോൺഫറൻസുകള് അല്ലെങ്കിൽ വല്ല സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് അവരുടെ ക്ലിനിക്കൽ മീറ്റിംഗ്സിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് കൊടുക്കാം? മെഡിക്കൽ റെക്കോർഡ്സ് സപ്ലൈ ചെയ്യാം. ഇവർക്ക് മാത്രം ഇങ്ങനെയുള്ള പർപ്പസുകൾക്ക് വേണ്ടി മാത്രം നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതൊക്കെയാണ് 4 കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഒന്ന് പേഷ്യന്റ് കെയർ പർപ്പസ്, മെഡിക്കോ ലീഗൽ പർപ്പസ്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, ക്ലിനിക്കൽ മീറ്റിംഗ്സ്. ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? എന്തൊക്കെ അവസരങ്ങളിലാണ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത്? ഓക്കെ. മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യം ഏതാണ്? അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്നോട് പറയുന്നത്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇൻ കേസ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ദ റെക്കോർഡ്സ് ഷുഡ് നോട്ട് ബി സെന്റ് ഔട്ട് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഏതൊക്കെ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞത്? മെഡിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെ, അതുപോലെ തന്നെ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യാനായിട്ട് പാടില്ല? സപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. മനസ്സിലായോ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് സപ്ലൈ ചെയ്യാൻ എന്തിനൊക്കെ സാധിക്കും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ സപ്ലൈ ചെയ്യാം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത്. ഇതെങ്ങനെ ക്വസ്റ്റ്യൻ വരാന്നറിയോ? 2 രീതിയിൽ വരാം. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ, സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതാണ്? അപ്പൊ ഈ 3 ഓപ്ഷനും തരും. ഏതെങ്കിലും ഒരെണ്ണം മെഡിക്കൽ എഡ്യൂക്കേഷനോ മെഡിക്കൽ റിസർച്ചിന് തരും. അപ്പൊ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് വെക്കണം കേട്ടോ. എന്താന്ന് വെച്ചാലേ, ഇപ്പൊ മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചിനൊക്കെ നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ രോഗിയുടെ വിവരങ്ങൾ പുറത്തേക്ക് പോകും. രോഗിയുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ എഡ്യൂക്കേഷനും റിസർച്ചിനൊക്കെ ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിയുടെ വിവരങ്ങൾ പുറത്താക്കപ്പെടും. പിന്നെ മാത്രമേ രോഗി ചിലപ്പോൾ ഐഡന്റിഫൈഡ് ആവും, മീൻസ് ആ വ്യക്തി ആരാന്നുള്ളതൊക്കെ തിരിച്ചറിയും. അപ്പൊ അത് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റിനെ ബാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള മെഡിക്കൽ എഡ്യൂക്കേഷനോ റിസർച്ചിനോ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ മെഡിക്കൽ റെക്കോർഡ് സപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ക്ലിയർ ആണല്ലോ പറഞ്ഞത്?
പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി സപ്ലൈ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ശരി, അടുത്തതിലേക്ക് പോവാം നമുക്കതാ. അടുത്തതാണ് മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. മെഡിക്കോ ലീഗൽ കേസസ് രജിസ്ട്രേഷൻ. നമ്മള് മെഡിക്കൽ റെക്കോർഡ് പോളിസി പറഞ്ഞപ്പോ ഒരു രജിസ്ട്രേഷൻ സംവിധാനത്തെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. 24 hour ഔട്ട് പേഷ്യൻസിന് ഇൻപേഷ്യൻസിനായിട്ട് ഒരു രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു. എന്നതുപോലെ മെഡിക്കോ ലീഗൽ കേസ് രജിസ്ട്രേഷൻ സംവിധാനവും ഉണ്ടായിരിക്കണം. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത് മറ്റുള്ള കേസ് പോലെയല്ല, അല്ലെ? ഈ പറയുന്ന കൊലപാതകങ്ങള്, ഈ പറയുന്ന സൂയിസൈഡ്, ആക്സിഡന്റ്, ഇതൊക്കെ കൂടുതലും ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതിനേക്കാളും കൂടുതൽ അപകടങ്ങൾ എന്താണ് ശരിക്കും MLC കേസുകളാണ്, അല്ലെ? അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. Medico legal cases registration. There should be a central medico legal register retained in the accident and emergency department under the control of chief medical officer. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് പറയുന്നത്? ഈ പറയുന്ന ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കോ ലീഗൽ കേസുകൾ വരുന്നത് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും, അല്ലെ? അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് എന്ത് വേണം? ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് MLC കേസുകൾ വരുമ്പോ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ആരുടെ കൺട്രോളിലാണ് അത് ചെയ്യേണ്ടത്? അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ചീഫ് മെഡിക്കൽ ഓഫീസർ, CMO. ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നിയന്ത്രണത്തില് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഒരു എന്താണ് മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഓൾ മെഡിക്കോ ലീഗൽ കേസസ് അഡ്മിറ്റഡ് from the casualty, outpatient and inpatient services must be registered in the central medico legal register. അപ്പൊ എന്ത് വേണം? കാഷ്വാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഔട്ട് പേഷ്യന്റ്, ഇൻപേഷ്യന്റ് എന്നൊക്കെ വരുന്ന എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഈ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. അതിപ്പോ ചില ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന കേസുകളായിരിക്കാം, ചിലപ്പോൾ അത് അഡ്മിറ്റ് ആയി വരുന്ന കേസുകളായിരിക്കാം, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതാവാം. എന്ത് തന്നെയാണെങ്കിലും അത് മെഡിക്കോ ലീഗൽ കേസ് ആണോ അത് എന്ത് ചെയ്തിരിക്കണം? ആ ഒരു രജിസ്റ്ററിനകത്ത്, മെഡിക്കോ ലീഗൽ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെന്താ വേണ്ടത്? എ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് ഹാസ് ടു ബി അഫിക്സ്ഡ് ഓൺ ഈച്ച് രജിസ്ട്രേഡ് കേസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഓരോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ കേസിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യണം, ഒട്ടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യുന്നത്? ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിലായിട്ട് മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഒരുപാട് കേസുകൾ വരും. അപ്പൊ അത് രജിസ്റ്റർ ചെയ്തതാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത കേസിന്റെ മുകളിൽ അപ്പം തന്നെ എന്ത് ചെയ്യും? മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യും. തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാമ്പ് അവിടെ അഫിക്സ് ചെയ്യുന്നത്. പിന്നെന്ത് വേണം? ദ കംപ്ലീറ്റഡ് സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഹാസ് ടു ബി കെപ്റ്റ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ദ MRO. MRO എന്ന് പറഞ്ഞാൽ ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് കേട്ടോ. ഇനി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കീഴിലാണ് അത് സൂക്ഷിക്കേണ്ടത്. മാറിപ്പോകരുത്. ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് മെഡിക്കോ ലീഗൽ രജിസ്റ്റർ റിട്ടേൺ ചെയ്യുന്നത് ആരുടെ കൺട്രോളിലാണ്? അത് ചീഫ് മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അങ്ങനെ കേസുകൾ വരുന്നു, അതൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു, അഫിക്സ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ഉണ്ടല്ലോ, കംപ്ലീറ്റ് ചെയ്തത്, അത് സൂക്ഷിക്കേണ്ടത് ആരാണ്? അത് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ഓഫീസറിന്റെ കസ്റ്റഡിയിലാണ് അത് സൂക്ഷിക്കേണ്ടത്. ഇനി എന്ത് വേണം? ഓൾ മെഡിക്കോ ലീഗൽ കേസസ് which are registered in the hospital should be intimated to the police through the hospital administrator. Through the hospital administrator എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്യാട്ടോ. To make sure that the medico legal case records are complete.
അപ്പോ ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസുകൾ അത്തരം റെക്കോർഡുകൾ കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വഴിയായിട്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യം പോലീസിനെ ഇന്റിമേറ്റ് ചെയ്യണം. കാരണം MNC കേസുകളാണ്. അപ്പൊ തന്നെ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വഴിയായിട്ട് അദ്ദേഹം മുഖേന ഉടനെ തന്നെ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യണം, പോലീസിനെ ഇന്റിമേറ്റ് ചെയ്യണം. അപ്പോഴാണ് ആ പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ കേട്ടോ. ടു മേക്ക് ഷുവർ ദാറ്റ് മെഡിക്കോ ലീഗൽ കേസ് റെക്കോർഡ്സ് ആർ കംപ്ലീറ്റ്. ആ മെഡിക്കോ ലീഗൽ കേസ് റെക്കോർഡ്സ് കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ പ്രൊസീജിയർ. പിന്നെ എന്ത് വേണം? ദീസ് ഹാവ് ടു ബി കെപ്റ്റ് അണ്ടർ സേഫ് കസ്റ്റഡി ഓഫ് റെസ്പോൺസിബിൾ ഓഫീസർ ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന റെക്കോർഡുകളെല്ലാം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിൾ ഓഫീസറുടെ കീഴിൽ സൂക്ഷിക്കണം. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഓഫീസർ ആര് തന്നെയാണ്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ഒന്നുമില്ല, ഇത്രയുള്ള മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന മെഡിക്കോ ലീഗൽ കേസുകൾക്കായിട്ട് ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. അതും എവിടെയാണ്? ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആരുടെ കൺട്രോളിലാണ്? ചീഫ് മെഡിക്കൽ ഓഫീസറുടെ കൺട്രോളില് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇനി ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ മെഡിക്കോ ലീഗൽ കേസുകളും ഔട്ട് പേഷ്യന്റിൽ നിന്നായിക്കോട്ടെ, ഇൻ പേഷ്യന്റിൽ നിന്നായിക്കോട്ടെ, കാഷ്വാലിറ്റി എല്ലാ എന്ത് കേസ് MLC ആണെങ്കിൽ ആ രജിസ്റ്ററിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. ഇനി രജിസ്റ്റർ ചെയ്ത ഓരോ കേസിന്റെ മുകളിലായിട്ട് ഒരു മെഡിക്കോ ലീഗൽ സ്റ്റാമ്പ് അഫിക്സ് ചെയ്യണം, ഒട്ടിച്ചു വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഒട്ടിച്ചു വെക്കുന്നത്? കേസ് രജിസ്ട്രേഡ് ആണ് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റാമ്പ് വെച്ച് അഫിക്സ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ വിവരം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേന പോലീസിനെ ഇൻഫോം ചെയ്യണം. ഓക്കെ, അങ്ങനെ അത്രയുള്ള പ്രൊസീജിയർ. ഇങ്ങനെ ഈ ഒരു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കോ ലീഗൽ രജിസ്റ്റർ ആരുടെ കസ്റ്റഡിയിലാണ് അത് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്? മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കസ്റ്റഡിയിലാണ് കീപ്പ് ചെയ്യുന്നത്. ഇതൊരു കഥ പോലെ ഓർക്കേണ്ട കാര്യമുള്ളൂ, വേറൊന്നുമില്ല കേട്ടോ. ശ്രദ്ധിക്കണം, ആരുടെ കൺട്രോളിലാണ് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത്? അത് ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ്. അതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കോ ലീഗൽ റെക്കോർഡ്സുകൾ ആരുടെ കസ്റ്റഡിയിൽ കീപ്പ് ചെയ്യണം? അത് മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ആര് മുഖേനയാണ് ഈ പറയുന്ന കേസുകൾ പോലീസിനെ അറിയിക്കുന്നത്? അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഖേനയാണ് അറിയിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിന് വരാനുള്ളൊരു ചാൻസ് കേട്ടോ. ഓക്കെ, അടുത്തത് പഠിക്കാം നമുക്ക്. ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലായില്ലേ? ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വരുന്നത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ കേട്ടോ. റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ്. മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ ഉണ്ടല്ലോ, അത് പുറത്തോട്ട് വിടുന്നത്, റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്നുമില്ല, ശ്രദ്ധിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമാണ്. കോൺഫിഡൻഷ്യാലിറ്റി ഗ്യാരണ്ടി ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഒരു മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങള് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു പേഷ്യന്റിന്റെ സ്വകാര്യത ഉറപ്പാക്കിയിരിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പബ്ലിക് റിലേഷൻ എത്തിക്സ് ഒക്കെ പഠിക്കുന്നത് അപ്പൊ തൊട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ, പേഷ്യന്റിന്റെ സ്വകാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം അവരുടെ വിവരങ്ങൾ പുറത്തോട്ട് വിടാനായിട്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടില്ലേ, പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ചില പ്രത്യേക വിവരങ്ങൾ നമ്മൾ റിലീസ് ചെയ്യാമെന്നല്ല, ചെയ്യേണ്ടതായിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വായിക്കാം, എളുപ്പമാണ്. കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാല്? സ്വകാര്യത കേട്ടോ, പ്രൈവസി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോൺഫിഡൻഷ്യാലിറ്റി കേട്ടോ, പ്രൈവസി, സ്വകാര്യത. Confidentiality, that means medical records and health information, whether in oral form or written documentation relating to any identified patient is confidential. അല്ലെ, അത്രയേ ഉള്ളൂ. അതായത് ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട ഓറൽ ആയിട്ടോ റിട്ടേൺ ആയിട്ടുള്ള എന്ത് ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, ചിലത് രേഖാമൂലമുള്ളതായിരിക്കാം, ചിലത് നമ്മള് ഓഡിയോ പോലെ ആകാം അല്ലെ. ഇത് തന്നെയാണെങ്കിലും ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹെൽത്ത് ഇൻഫർമേഷൻസും സ്ട്രിക്റ്റ്ലി എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അക്കോർഡിംഗ്ലി അതനുസരിച്ച് ഇത് വേണം. കമ്പ്യൂട്ടർ സ്റ്റോർഡ് ഡാറ്റ ഇൻഫർമേഷൻ obtainable either in the form of a medical records, disease and operation indexes,
photographs, microfilms, videotapes, audio tapes, or other device used for these purposes should be treated as a confidential documents. അത് പ്രകാരം നമ്മളിപ്പോ കമ്പ്യൂട്ടറിലാണ് അല്ലെങ്കിൽ സിസ്റ്റത്തിലാണ് അധികം വിവരങ്ങൾ മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ, സിസ്റ്റമൈസ്ഡ് ആയിട്ടാണ്. സോ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ, രോഗങ്ങള്, മറ്റുള്ള ഓപ്പറേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻസ് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോഗ്രാഫ്സ് ഇപ്പൊക്കെ എന്ന് പറയുമ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞാൽ അതൊരു സീഡിയിലാക്കിയിട്ട് പേഷ്യന്റിനൊക്കെ കൊടുക്കാറുണ്ട്. അതൊരു പ്രൂഫ് പോലെ കൊടുക്കുന്നതാണ്. അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ്, മൈക്രോഫിലിംസ്, വീഡിയോ ടേപ്സ്, ഓഡിയോ ടേപ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിവൈസസ് വരെ, എല്ലാ ഉപകരണങ്ങൾ വരെ എന്തായിരിക്കണം, വളരെ രഹസ്യാത്മക രേഖകളായിട്ട് കണക്കാക്കണം. ആ രീതിയിൽ വേണം അത് സൂക്ഷിക്കാനായിട്ട്. ചുരുക്കി പറഞ്ഞ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി ശ്രദ്ധിക്കണേ. സോ ഓതറൈസ്ഡ് സ്റ്റാഫ് ആർ പെർമിറ്റഡ് ടു ഡീൽ വിത്ത് സച്ച് ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള അധികാരപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ അത്തരം ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അതിൽ വിവരങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉള്ളൂ, അധികാരമുള്ളൂ. അതാരൊക്കെയാണ് ഓതറൈസ്ഡ് പേഴ്സൺ? അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. നോക്കാം. Authorized staff. ആരാണ് authorized staff? Authorized staffs are those who are looking after the patient normally, including medical, nursing and paramedical personnel and the staff of the MRT. Okay, നമ്മൾ പറഞ്ഞല്ലോ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അതിലെ വിവരങ്ങൾ റിലീസ് ചെയ്യാനും കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം അതാണ്, ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ? ഈ പറയുന്ന ഡോക്ടർ ആവാം, നേഴ്സ് ആവാം, അവർക്കൊക്കെ എന്തായാലും ആവശ്യം വരും. ഡോക്ടർ, നേഴ്സ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ പേഴ്സൺ. പാരാമെഡിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാർമസിസ്റ്റുകള്, ലാബ് ടെക്നീഷ്യന്മാര്, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, അങ്ങനെയുള്ളവരൊക്കെ ഇല്ലേ, അവരൊക്കെയാണ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ കേട്ടോ. അങ്ങനെയുള്ളവര്, അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ, അവരൊക്കെയാണ് ഓതറൈസ്ഡ് സ്റ്റാഫുകളായിട്ട് കണക്കാക്കുന്നത്. എന്തിനുള്ളത്? മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങള് കൈകാര്യം ചെയ്യാനുള്ള ഓതറൈസ്ഡ് സ്റ്റാഫുകളായിട്ട് കണക്കാക്കുന്നത് ഡോക്ടർ, നേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫുകള്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള്, ഇവരൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? മറന്നില്ല അതിനകത്ത് കേട്ടോ. ഇനി നോക്കാം റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഇനി നമ്മൾ പറഞ്ഞു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയുള്ള വിവരങ്ങളാണ് റിലീസ് ചെയ്യാനായിട്ട് റിലീസ് ചെയ്യേണ്ടത് കേട്ടോ. ചില വിവരങ്ങൾ റിലീസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 4 പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ നോക്കി, കണ്ടീഷൻസ്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇഞ്ചുറീസ്, പോയിസണിങ്, അബോർഷൻസ് or cases involving accidents, suicides and homicides that have to intimated the police or other legal authorities. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊക്കെ എന്താണ്? മെഡിക്കോ ലീഗൽ കേസുകളാണ്. ശരിയല്ലേ? മെഡിക്കോ ലീഗൽ കേസുകളാണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസോ മറച്ചു വെക്കുകയാണോ വേണ്ടത്? അല്ല. അങ്ങനെയുള്ള വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനടി ആരെ അറിയിക്കണം? പോലീസിനെ അറിയിക്കണം. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? റിലീസ് ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. That have to intimate the police or other legal authorities. പോലീസിന് അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റീസിന് അറിയിച്ചിരിക്കണം. ഓക്കെ, അതിപ്പോ നമ്മുടെ സമ്മതം ഇല്ലെങ്കിൽ കൂടിയും ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ നമ്മൾ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചില്ലേ? ഒരു MLC കേസ് വന്നു, ഇപ്പൊ പേഷ്യന്റിന് സമ്മതം അല്ലെങ്കിൽ കൂടിയും ഡോക്ടർക്ക് ഫിസിക്കൽ എക്സാമിനേഷനിൽ എന്തെങ്കിലും ഒരു സംശയം ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നറിയോ? ഉടനടി ഒരു പോലീസിനാണ് കേട്ടോ. ആ കാര്യങ്ങൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് രേഖപ്പെടുത്തുക മാത്രമല്ല, അത് പോലീസിനെ ഇൻഫോം ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ നിർബന്ധമായിട്ട് റിലീസ് ചെയ്തിരിക്കണം. ഓക്കെ, അതൊന്നും കേട്ടോ. പിന്നെ വരുന്നത് ട്രാൻസ്മിറ്റബിൾ ഡിസീസ് that must be reported to the authorities concerned. ചില പകർച്ചവ്യാധികള് അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാം. ട്രാൻസ്മിറ്റബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ നിപ്പ വൈറസ് വന്നു അല്ലെ, അതുപോലെ കോവിഡ് വന്നു, അത് തന്നെ കൊറോണ, അത് കറക്റ്റ് ആണ്. കൊറോണ, നിപ്പ അതെന്നൊക്കെ പറഞ്ഞ് മറച്ചു വെക്കരുത്. കാര്യം എന്താണ്? അത് റിലീസ് ചെയ്ത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വരുന്നുണ്ട് എന്ന ആളുകൾ അറിഞ്ഞാൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ മറച്ചു വെക്കുകയാണോ വേണ്ടത്? അല്ല, അത് നമുക്കൊരു ത്രെട്ടണിങ് ആണെങ്കിൽ കൂടി നമുക്കതൊരു പ്രിക്കോഷൻ എടുത്തു വെക്കാം. നിപ്പ വൈറസ് ഒക്കെ വന്നത് അപ്പോഴേ തന്നെ പുറത്തോട്ട് വിട്ടിരുന്നു. അതുകൊണ്ടാണ് അത്രയും നമുക്ക് നന്നായിട്ട് അതിനെ
അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ട് അല്ലെ. കോഴിക്കോട് വിട്ടത് പുറത്തോട്ട് വന്നില്ലല്ലോ, അത്രയേറെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്മിറ്റബിൾ ഡിസീസ്, അല്ലാണ്ട് പനി ചുമ ജലദോഷം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് ആണെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരിക്കണം. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. കണ്ടുപിടിക്കുന്ന റിസർച്ച് അണ്ടറല്ലേ എന്താണ് പറഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിച്ച റിസർച്ച് ആണ്. അതെ അതെ അതെ, റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള വരുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് ആ ഒരു മരുന്ന് കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഇവന്റ്സ്. ഇവന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ബർത്ത്, ഡെത്ത്, ഫോയിറ്റൽ ഡെത്ത് that have to be reported to the civil registration authorities either directly or through members of the family. അതറിയാലോ, ജനനം മരണം എല്ലാം നമ്മൾ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വിവരങ്ങൾ പുറത്തോട്ട് വിടണം അല്ലെ. ഇന്നാള് ജനിച്ചു, ഇന്നാള് മരണപ്പെട്ടു എന്ന് പുറത്തേക്ക് വിടാൻ അറിയില്ലല്ലോ. സോ അത്തരം ഇവന്റ്സ് കേട്ടോ, ഈ പറയുന്ന ജനനം, മരണം, ഫോയിറ്റൽ ഡെത്ത് ഒക്കെ ഉണ്ടാവില്ലേ, ശിശുമരണങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ അതോറിറ്റീസിനെ അറിയിക്കണം കേട്ടോ. അറിയിച്ചിരിക്കണം എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് അതൊന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ത്രൂ ഫാമിലി മെമ്പേഴ്സ് വഴിയായിട്ട് അറിയിച്ചിരിക്കണം. അങ്ങനെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യാം. പിന്നെ എന്താണ്? കോർട്ട് ഓർഡർ അല്ലെ. കോർട്ട് ഓർഡർ, ദ ഹോസ്പിറ്റൽ ആൾസോ മസ്റ്റ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ ഇൻ റെസ്പോൺസ് ടു എ കോർട്ട് ഓർഡർ. ഒരു കോടതി ഉത്തരവ് വന്നു, ആ കോടതി ഉത്തരവിന് റെസ്പോൺസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ പറയുന്ന പോലെ മെഡിക്കോ ലീഗൽ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കോടതി ഉത്തരവിടാണ് ഇന്ന വിവരങ്ങൾ വേണം അങ്ങനെ ആവശ്യപ്പെടുന്ന പക്ഷം നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ റിലീസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. എങ്ങനെയുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യാം? അപ്പൊ ഓർക്കാട്ടെ, ഇഞ്ചുറീസ്, പോയ്സൺ അങ്ങനെയുള്ള കണ്ടീഷൻസ്, ട്രാൻസ്മിറ്റബിൾ ഡിസീസ് റിലീസ് ചെയ്യാം. ഇവന്റ്സ്, ബർത്ത്, ഫോയിറ്റൽ ഡെത്ത്, അതുപോലെ തന്നെ കോർട്ട് ഓർഡറിന് റെസ്പോൺസ് അങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോർട്ട് ഓർഡർ ഒക്കെ വരുന്ന സമയത്ത് മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ റിലീസ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്ത് റിലീസ് ചെയ്യുമ്പോഴും എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? കോൺഫിഡൻഷ്യാലിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അത്രയും ഉള്ളൂ അതിനകത്ത്. ആ കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്തൊക്കെയാ നമ്മൾ പഠിച്ച മെഡിക്കൽ റെക്കോർഡ്? ഒരു രോഗിക്ക് ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡ് വരുമ്പോൾ എന്ത് ചെയ്യണം അത് നമ്മൾ പഠിച്ചു. പിന്നെ റെക്കോർഡ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി. മെഡിക്കോ ലീഗൽ കേസുകളുടെ രജിസ്ട്രേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ റെക്കോർഡ്സിനെ സംബന്ധിച്ചുള്ളത് കണ്ടു. പിന്നെ മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ എങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ റിലീസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടന്റ് ആണ് കേട്ടോ. കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സിൽ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെ നമ്മൾ കുറെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ആർക്കൊക്കെ സപ്ലൈ, ഇങ്ങനെയുള്ള വിവരങ്ങൾക്ക് സപ്ലൈ ചെയ്യാം. ഇനി പറയുന്നത് മെഡിക്കൽ റെക്കോർഡിനകത്ത് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. കണ്ടന്റ്, എന്തൊക്കെ കണ്ടന്റുകളാണ് ഒരു മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ഉണ്ടായിരിക്കാം, അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് പഠിക്കുന്ന സമയത്ത് നമ്മള് കണ്ടന്റ് പഠിക്കുമ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് കണ്ടന്റിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് കാറ്റഗറി എന്ന് അറിയാമോ? ഒന്നാമത്തത് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന കുറെ ഡാറ്റകളുണ്ട്. മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുന്ന കുറച്ച് ഡാറ്റകളുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷൻ വിഭാഗമായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ഡാറ്റ അതിലൊരു കണ്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഒരു കണ്ടന്റ്. പിന്നെ വരുന്നത് എന്താണെന്നറിയോ? ക്ലിനിക്കൽ ഡാറ്റ. എന്താണ് ക്ലിനിക്കൽ ഡാറ്റ? അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അത് ഡയഗ്നോസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ, അങ്ങനെയുള്ള ഡാറ്റ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് എന്നെ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ടന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനും മറ്റൊന്ന് ക്ലിനിക്കൽ ഡാറ്റയാണ്. ഇനി അവ ഓരോന്നും അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. നോക്കാം ഒന്നാമത്തെ ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ഡാറ്റകൾ എന്തൊക്കെയാണ് കേട്ടോ. അത് മെഡിക്കൽ റെക്കോർഡിലെ കണ്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെയാ നോക്കി? അഡ്മിഷൻ ചാർജ് റെക്കോർഡ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അഡ്മിഷൻ ചാർജ് റെക്കോർഡ് ഇതിൽ നിന്ന് അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. കൂടുതലും ചോദ്യങ്ങൾ വരാറ് ക്ലിനിക്കൽ ഡാറ്റയിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ നിന്ന് അങ്ങനെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല അധികം. അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റകളായിരിക്കും. ഒന്ന്
അഡ്മിഷൻ ചാർജ് റെക്കോർഡ് കേട്ടോ. അഡ്മിഷൻ ചാർജ് റെക്കോർഡ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും? ദ റെക്കോർഡ്സ് ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ദ റേറ്റ്സ് ഓഫ് അഡ്മിഷൻ അല്ലെ. ഒരു രോഗി അഡ്മിറ്റ് ആകുമ്പോൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ, റേറ്റുകൾ, റൂം റെന്റുകൾ അങ്ങനത്തെയൊക്കെ വരുന്നേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ഡാറ്റകൾ കേട്ടോ. പിന്നെ വരുന്നത് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമ്പോൾ അറ്റസ്റ്റ് ചെയ്യാറില്ലേ, എന്നതുപോലെ അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണ്, അത് കംപ്ലീറ്റ് ആണ്, അത് എന്താ പറയാ അക്യുറേറ്റ് ആണ് എന്ന് കൺഫേം ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്, അഥവാ ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനുള്ള കൺഫർമേഷൻ ആണ്? ആ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണ്, ഓക്കെ, അത് ആക്യുറേറ്റ് ആണ്, കൃത്യമാണ്, കംപ്ലീറ്റ് ആണ് എന്ന് എന്താ പറയുക കൺഫേം ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അത് അതിനകത്തുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ വരുന്നത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ ആണ്. ദാറ്റ് മീൻസ് അഡ്മിഷൻ ഉണ്ടായ കാരണം എന്താണ്, അല്ല ആ ഒരു റീസൺ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിഷന്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്, അഡ്മിഷൻ എടുക്കാനുണ്ടായ കാരണങ്ങൾ മാത്രമല്ല, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. പിന്നെ വരുന്നത് കണ്ടന്റ് അല്ല കേട്ടോ, കണ്ടന്റ് അല്ല, കൺസെന്റ് നോക്കണം കേട്ടോ. കണ്ടന്റിന് തെറ്റി വന്നിരിക്കുന്നതാണ്, ടി മാറ്റിയിട്ട് എസ് ഇടണേ. കൺസെന്റ് എന്ന് വായിക്കണം കേട്ടോ, സമ്മതം, കൺസെന്റ് കേട്ടോ. കൺസെന്റ് ഫോർ റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഇനി അതിലെ വിവരങ്ങൾ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട രോഗികളുടെ കൺസെന്റ് സ്റ്റേറ്റ്മെന്റ്സ്, സമ്മതപത്രം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, കൺസെന്റ്, ആ വിവരം ഉണ്ടാവണം. പിന്നെ പറയുന്നത് സ്പെഷ്യൽ കൺസെന്റ്, ചില സ്പെഷ്യൽ കൺസെന്റ് എന്ന് പറഞ്ഞിപ്പോ സർജറി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ രോഗിയുടെ പ്രത്യേക കൺസെന്റ് ആവശ്യം. നോർമലുള്ള കൺസെന്റ് അല്ല. ആദ്യത്തെ കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്, അതായത് ആ മെഡിക്കൽ റെക്കോർഡിലെ രോഗിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റും. രണ്ടാമത് വരുന്നത് സ്പെഷ്യൽ കൺസെന്റ് ആണ്, അത് ഈ രോഗിയിൽ നമ്മൾ സർജറി അങ്ങനെയുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ, പ്രൊസീജിയറുകളൊക്കെ ചെയ്യുമ്പോൾ ചില സ്പെഷ്യൽ കൺസെന്റ് ആണ്, അത് പ്രത്യേക സമ്മതം വാങ്ങിയിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കൺസെന്റ് സ്റ്റേറ്റ്മെന്റുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇതെല്ലാം എന്താണ്? അഡ്മിനിസ്ട്രേഷനുമായിട്ട്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡാറ്റകളാണ് ഇതൊക്കെ. അപ്പൊ എന്തൊക്കെയാണ്? അഡ്മിഷൻ ചാർജ് റിക്കോർഡ്, അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, ദാറ്റ് മീൻസ് അഡ്മിഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, പിന്നെ കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ, സ്പെഷ്യൽ കൺസെന്റ് കേട്ടോ. ഇത്രയാണ് വരുന്നത്. ഇനി ഓരോന്ന് എന്താന്നുള്ളത് വെറുതെ ഒരു ഇതുപോലെ പറയുന്നുണ്ട്, ജസ്റ്റ് അത് നമുക്ക് വായിക്കാം കേട്ടോ, മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. റെക്കോർഡ്സ് വേറെ ഇതിനകത്ത് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് കേട്ടോ. ഇനി അഡ്മിഷൻ അഥവാ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് നമ്മളിവിടെ പറഞ്ഞില്ല, അഡ്മിഷൻ ചാർജ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിരുന്നതുപോലെ അഡ്മിഷൻ ഓർ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ് എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാകുന്ന വിവരങ്ങൾ, കണ്ടന്റുകൾ എന്തൊക്കെയായിരിക്കും അതിനകത്ത് രേഖപ്പെടുത്താം? ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെ. എങ്ങനെയുള്ള ഡാറ്റകളാണ് അതിനകത്ത് വരാൻ, എന്തൊക്കെ കണ്ടന്റുകളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുക? ബേസിക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ ഓഫ് ദ പേഷ്യന്റ് അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ ഏറ്റവും അവരുടെ തിരിച്ചറിയൽ കാര്യങ്ങൾ, ഐഡന്റിഫിക്കേഷൻ വിവരങ്ങള്, അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവരുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ട് അവരുടെ ബില്ലിന്റെ പേയ്മെന്റ്സും, അതുപോലെ എങ്ങനെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഡാറ്റയൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. പിന്നെ പറയുന്നത് ഡാറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഇങ്ങനെയുള്ള ഡാറ്റകൾ നമ്മൾ അഡ്മിഷൻ സമയത്ത് തന്നെയാണ് കളക്ട് ചെയ്തത്, ശരിയല്ലേ? നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ അവരുടെ എല്ലാ വിവരങ്ങളും നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. കാരണം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങുമ്പോൾ പൈസ ചെലവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും അപ്പൊ തന്നെ അവർ ആ സമയത്ത് തന്നെ അവർ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഡാറ്റ ആർ കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അഡ്മിഷന്റെ സമയത്ത് അവര് ഡാറ്റ കളക്ട് ചെയ്യുന്നു. പിന്നെന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ് ഓർ ഫേസ് ഷീറ്റ്. അതായത് ഇതിനകത്ത് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ രേഖപ്പെടുത്തുന്നു. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഷീറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് റെക്കോർഡ്, അഡ്മിറ്റ് ചെയ്തതിന്റെ മറ്റുമുള്ള ഒരു ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ റെക്കോർഡ്സ്, അതിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കും. സമ്മറി ഷീറ്റ് ഓഫ് ഫേസ് ഷീറ്റ്. സമ്മറി ഷീറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ ഒരു രോഗി എടുത്ത ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു മൊത്തത്തിലൊരു ചെറിയൊരു സമ്മറി, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ, എന്തൊക്കെ ഡയഗ്നോസിസ് ഒക്കെ നടത്തി എന്നതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു സമ്മറി ഷീറ്റ്. അതിനെ തന്നെയാണ് ഫേസ് ഷീറ്റ് എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള കണ്ടന്റുകളും അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, കണ്ടന്റ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഒന്നുമില്ല അതിനകത്ത്, മനസ്സിലായല്ലോ? രോഗിയുടെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, ഫിനാൻഷ്യൽ ഡാറ്റ, അത് അഡ്മിഷൻ സമയത്ത് തന്നെ കളക്ട് ചെയ്ത് അതിനകത്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണെന്നും ആക്യുറേറ്റ് ആണെന്നും കൺഫേം ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അതാണ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് പറഞ്ഞത് കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ എന്ന് വെച്ചാൽ അഡ്മിഷന്റെ വ്യവസ്ഥയാണ്. ആ പ്രവേശനത്തിനുള്ള ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. അതിനകത്ത് ഇത് മനസ്സിലാക്കുക. ദ ബാക്ക് ഓഫ് അഡ്മിഷൻ ഓഫ് ഡിസ്ചാർജ് ഷീറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ ദ കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ. ദാറ്റ് മീൻസ് അഡ്മിഷൻ കൺസെന്റ്. സാധാരണ നമ്മൾ ഈ അഡ്മിഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ, അത് സാധാരണ നമ്മൾ അഡ്മിഷൻ ഷീറ്റ് അഥവാ ഡിസ്ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ അതിന്റെ റിവേഴ്സ് സൈഡിൽ, ആ ഒരു ഷീറ്റിന്റെ പുറം ഭാഗം ഉണ്ടല്ലോ, ബാക്ക് ഭാഗത്താണ് ആ ഒരു അഡ്മിഷന്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി ആ ഒരു കണ്ടീഷനകത്ത് എന്തൊക്കെ സെഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെ കണ്ടന്റുകളാണ്? ഇറ്റ് ഷോസ് ദ പേഷ്യന്റ് എഗ്രീസ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ. അതായത് ഒന്നാമത്തത് ആ ഒരു പേഷ്യന്റിന്റെ കൺസെന്റ് ടു റിസീവ് ദ റൂട്ടീൻ കെയർ. അതായത് ആ ഒരു റൂട്ടീൻ കെയർ, ആ ഒരു പരിചരണം സ്വീകരിക്കാനായിട്ട് ആ പേഷ്യന്റ് തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു പേഷ്യന്റിന്റെ എഗ്രിമെന്റ്. ദാറ്റ് മീൻസ് അവരുടെ ഒരു കൺസെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഡാറ്റകളാണ്, എന്തൊക്കെ ഡാറ്റകളാണ് ഇത് ഉൾപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ അഡ്മിഷൻ അല്ലെങ്കിൽ പിന്നീട് അഡ്മിറ്റ് ചെയ്ത് ആ ഒരു റൂട്ടീൻ കെയർ എടുക്കാൻ ആ രോഗി ഓക്കെ ആണ്, തയ്യാറാണ് എന്നതിനുള്ള ആ ഒരു എന്താ പറയുക കൺസെന്റ്, ആ ഒരു എഗ്രിമെന്റ് നല്ല എഗ്രിമെന്റ് മീൻസ് അവരുടെ ആ ഒരു കൺസെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദ ഹോസ്പിറ്റൽ കനോട്ട് ഗ്യാരണ്ടി ദ ഔട്ട്കം, അതും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഒരിക്കലും എന്താണ് ഒരു ഔട്ട്കം ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നത്. ഔട്ട്കം മീൻസ് അപ്പൊ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ബെറ്റർ ആകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും, ഇങ്ങനെ ഒരു ഔട്ട്കം നിങ്ങൾക്ക് ലഭിക്കും എന്നൊന്നും ഒരിക്കലും ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നില്ല, ഗ്യാരണ്ടി ചെയ്യുന്നില്ല. കാര്യം അതൊക്കെ ഒരു എന്താ പറയാ, എന്തായാലും ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും രോഗീനെ ബെറ്റർ ആക്കുന്നതിനുള്ള പരിചരണങ്ങളെല്ലാം തന്നെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്കിൽ കൂടിയും എന്താണ് ഒരു വലിയൊരു നല്ലൊരു ഔട്ട്കം ചിലപ്പോൾ നല്ലതെന്നല്ല, ഒരു ഔട്ട്കം ഒരിക്കലും ഒരു ഹോസ്പിറ്റല് ഗ്യാരണ്ടി ചെയ്യില്ല. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാല് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിഷൻ ക്ലർക്ക് ടു ഡിസ്ക്രൈബ് ടു ദ പേഷ്യന്റ് ദ കണ്ടന്റ്സ് ഓഫ് ദിസ് ഫോം ആൻഡ് ഇറ്റ്സ് പർപ്പസ് കേട്ടോ. ഇനി ഈ പറയുന്ന അഡ്മിഷൻ ഫോമിനകത്തുള്ള കണ്ടന്റുകൾ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് രോഗിക്ക് വിശദമാക്കി കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അഡ്മിഷൻ ക്ലർക്കിനാണ് ഉള്ളത് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്, അതിന്റെ ആ ഫോമില് കുറെ കണ്ടന്റുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റി വിശദമാക്കി കൊടുക്കുന്നതും എന്തിനാണ് ആ കണ്ടന്റുകൾ ശേഖരിക്കുന്നത്, അതിന്റെ പർപ്പസ് എന്താണ് എന്നതിനെ പറ്റിയിട്ട് ആ രോഗിക്ക് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആരായിരിക്കും, അതൊരു അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വരും അല്ലെ, അതായത് നമുക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ അഡ്മിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് പല കാര്യങ്ങൾ, എന്തിനാണ് അഡ്മിറ്റ് ചെയ്യുന്നത്, എന്താണ് അത് രേഖപ്പെടുത്തേണ്ട ആവശ്യകത എന്താണ് എന്നുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉള്ളത് അഡ്മിഷൻ ക്ലർക്കിനാണ്. ഓക്കെ, എന്തെന്ന് അതിനകത്ത് പറഞ്ഞ കാര്യം വേറൊന്നുമില്ല, അഡ്മിഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അഡ്മിഷൻ ഷീറ്റിന്റെ പുറകിലാണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അതിനകത്ത് ആ ഒരു പേഷ്യന്റിന്റെ കൺസെന്റ് ഉണ്ടായിരിക്കും, റൂട്ടീൻ കെയർ സ്വീകരിക്കാൻ ആ പേഷ്യന്റ് തയ്യാറാണെന്ന് അറിയിച്ചുള്ള ഒരു കൺസെന്റ് അതിന്റെ അകത്ത് ഉണ്ടായിരിക്കും. അതുപോലെ ആ ഒരു ഹോസ്പിറ്റൽ ഒരിക്കലും ഔട്ട്കം ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന അഡ്മിഷൻ ഫോമിലുള്ള കണ്ടന്റിനെ പറ്റി, അതിന്റെ പർപ്പസ്, അതിന്റെ ഉദ്ദേശത്തെ പറ്റിയുള്ള വിവരങ്ങള് രോഗിക്ക് വിശദമാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അഡ്മിഷൻ ക്ലർക്കിനാണ് ഉള്ളത്. അഡ്മിഷൻ ക്ലർക്കിനാണ് ഉള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് കൺസെന്റ് ഫോർ ദ റിലീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെ. അതെന്താണ്, അതായത് ആ ഒരു മെഡിക്കൽ റെക്കോർഡില് ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൺസെന്റ് ലെറ്റർ വേണം, അല്ലെ, ഒരു കൺസെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അത് നോക്കൂ, ഇറ്റ് പെർമിറ്റ്സ് ദ ഹോസ്പിറ്റൽ ടു സെൻഡ് ടു സ്പെസിഫിക്കലി നെയിംഡ് ഓർഗനൈസേഷൻ copies of the patient's medical record. അത് ഇങ്ങനെ വായിക്കട്ടോ. It permits the hospital to send the copies of the patient's medical record to the specifically named organization. അപ്പൊ വായിക്കുമ്പോൾ നാം കറക്റ്റ് ആവുള്ളൂ. അതായത് നമ്മൾ ഈ കൺസെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ആകുന്നത്, ആ ഒരു കൺസെന്റ് ലെറ്ററിന്റെ പ്രാധാന്യം എന്താണ്,
അത് ഹോസ്പിറ്റലിനുള്ളൊരു എന്താ പറയാ ഒരു ഹോസ്പിറ്റലിന് ഈ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങള് ചില സ്പെസിഫിക് ഓർഗനൈസേഷന് റിലീസ് ചെയ്യുന്നതിനുള്ള ആ ഒരു എന്താ പറയാ പെർമിഷൻ, ഹോസ്പിറ്റലിന് ഒരു പെർമിഷൻ കൊടുത്തു എന്നതിനുള്ള ഒരു തെളിവാണ് കൺസെന്റ് അല്ലെ. അതായത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അവരുടെ ഇൻഷുറൻസ് കമ്പനിക്കോ അല്ലെങ്കിൽ പോലീസിനോ കോടതിക്കോ എന്തെങ്കിലും വിവരങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ അതിന് ആ റിലീസ് ചെയ്യാൻ ഹോസ്പിറ്റലിന് അനുവാദം കൊടുത്തുകൊണ്ടുള്ളൊരു പെർമിഷൻ ആണ് കൺസെന്റോട് ഉദ്ദേശിക്കുന്നത്. കൺസെന്റ് ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ തന്നെ വിവരങ്ങൾ പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതും കൂടെ ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് ഫോം. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ കൺസെന്റ് എവിടെയാണ് രേഖപ്പെടുത്തുന്നത്, അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഫോമിന്റെ ബാക്ക് സൈഡിലായിരിക്കും, റിവേഴ്സ് സൈഡിലായിരിക്കും. അതുപോലെ patient signature on this form permits the hospital to release the medical information compiled during the current episode of care. അതായത് ഇത് തന്നെയാണ് പേഷ്യന്റിന്റെ സിഗ്നേച്ചർ, പേഷ്യന്റ് ആ കൺസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു സൈൻ ചെയ്ത് അവരുടെ കൺസെന്റ് അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാം, അതിന്റെ മെഡിക്കൽ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാം അല്ല. അപ്പൊ അതിനുള്ള ഒരു പെർമിഷൻ ആണ് ഹോസ്പിറ്റലിന് അതിലൂടെ ലഭിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? മതി, ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. നമുക്ക് സ്പെഷ്യൽ കൺസെന്റ്, സ്പെഷ്യൽ കൺസെന്റിന് വേറൊന്നും അല്ല പറയുന്നത്, നമ്മൾ സർജറി മറ്റുള്ളതൊക്കെ ചെയ്യില്ലേ, അങ്ങനെ വരുമ്പോൾ നമുക്ക് പേഷ്യന്റിന്റെ കൺസെന്റ് കൃത്യമായിട്ട് വാങ്ങണം. ആ കൺസെന്റ് ഇല്ലാത്ത ഒരു കാരണവശാലും അവരുടെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റോ സർജറിയോ ഒന്നും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അത് നിയമപ്രകാരം അങ്ങനെ തന്നെ ചെയ്തിരിക്കണം കേട്ടോ. ആ ഒരു കാര്യമാണ് സ്പെഷ്യൽ കൺസെന്റിനകത്ത് പറയുന്നത്, വേറൊന്നുമില്ല കേട്ടോ. പിന്നെ ക്ലിനിക്കൽ ഡാറ്റ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്, അത് ബുദ്ധിമുട്ടുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഡാറ്റയ്ക്കകത്ത് വരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ വായിക്കണം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല, പിന്നെ കരുതി നിങ്ങൾ പഠിക്കാതിരിക്കരുത്. നിങ്ങൾ ക്ലാസ് കേട്ട് ഇന്ന് വായിക്കണം കേട്ടോ. പോർഷൻസ് ഒക്കെ വലുതായതുകൊണ്ട് ഇത്ര ടൈമിനുള്ളിൽ തീർക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ച് ടൈം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അത് കരുതി നിങ്ങൾ പഠിക്കാണ്ടിരിക്കരുത് കേട്ടോ, വായിക്കണം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ശരി കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.